ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ ഓണം സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയും അല്ലാത്ത റെസിപ്പിയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ചധികം വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ എണീറ്റ് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഞാൻ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞാൻ കിച്ചൺ ഒന്ന് ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. കൗണ്ടർ ടോപ്പിലെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതാ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വുഡിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിൽക്കട്ടെ, വെയിലില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ വെക്കലില്ലേ നമുക്ക് നിവൃത്തിയുള്ളൂ. തുടച്ചിട്ട് അങ്ങനെ ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നല്ലോ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇന്നിപ്പോൾ ഞാൻ രാവിലെ അതൊന്ന് വേഗം എടുത്ത് വെക്കുകയാണ് കേട്ടോ. അത് എടുത്ത് വെക്കാതെ കിച്ചണിൽ പണി ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അത് വേഗം അങ്ങ് ഒരു 10 മിനിറ്റ് കൊണ്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ഈ ടീ, ഷുഗർ, കോഫി ആ ബോട്ടിലില്ലേ സെറാമിക്കിൻ്റെ, അത് കുറേ പേര് കമൻറ്റിലൊക്കെ ചോദിക്കലുണ്ട്, വീഡിയോൻ്റെ കമൻറ്റിൽ കാണലുണ്ട്. അതെവിടുന്നാ, അതിൻ്റെ ലിങ്ക് ഒന്ന് തരുമോയെന്ന്. അത് ഞാനിവിടെ നമ്മുടെ ജാംജൂമിൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അവിടെ ഓൺലൈൻ ഷോപ്പിംഗ് ഇല്ല, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് തരുമായിരുന്നേ. ഇനി അത് ഞാൻ വേറെ എവിടെയെങ്കിലും അങ്ങനത്തെ അല്ലെങ്കിൽ അതിനേക്കാളും നല്ലത് കാണുകയാണെങ്കിൽ ഓൺലൈൻ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു പരിപാടിയും കൂടെയാണ് കേട്ടോ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ്, നമ്മൾ ഇപ്പോൾ കഴുകി എടുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ്. ഇൻഷാ അള്ളാ എന്തെങ്കിലും വെറൈറ്റി സംഭവങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങിയിട്ട് ഒന്ന് ചേഞ്ച് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ അല്ല, എന്തെങ്കിലും ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്നും ഞാനൊരു സ്ഥലത്തു നിന്ന് വാങ്ങിയതല്ല, എല്ലാം ഒരുമിച്ച് വാങ്ങിയതും അല്ല. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നും വാങ്ങുന്ന സംഭവങ്ങളൊക്കെ ഒരുമിച്ചിട്ട് പിന്നെ കൗണ്ടർ ടോപ്പിൽ സെറ്റ് ആക്കുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെയാണ് ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒന്ന് ചേഞ്ച് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ രാവിലെ ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കുമ്പോൾ കുറച്ച് സമയം അങ്ങ് പോകും കേട്ടോ. എന്നാലും രാത്രി പിന്നെ അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ട് വുഡൊക്കെ ആകുമ്പോൾ ആ ഈർപ്പമൊക്കെ അതിൽ തന്നെ നിൽക്കും. നമ്മളതിലേക്ക് സാധനങ്ങൾ പിന്നെയും ഈർപ്പമുള്ള സാധനമായിരിക്കില്ല നമ്മൾ വെക്കുന്നതും, കംപ്ലീറ്റ് അങ്ങ് ഉണങ്ങൂലല്ലോ നമ്മൾ വെയിലിൽ വെച്ച് ഉണക്കുന്നൊക്കെ പോലെ. അപ്പോൾ അതുകൊണ്ടാട്ടോ നല്ല രാത്രിയിൽ എടുത്തു വെക്കാതിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് കിച്ചൺ ക്ലീൻ ആക്കി എല്ലാം ഒരുക്കി വെച്ചിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു പരിപാടി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ പോയി കിടക്കാനാണ് കേട്ടോ ഇഷ്ടം. ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പണി ഞാൻ പെൻഡിങ് വെച്ചത് കേട്ടോ. രാവിലെ അങ്ങനെ കാണുമ്പോൾ ഒരു മടി വരില്ലേ. ഇതിപ്പം ഫുൾ ക്ലീൻ ആക്കിയിട്ട് വെച്ചതുകൊണ്ട് അറേഞ്ച് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് കുഴപ്പമുണ്ടായില്ല കേട്ടോ. അല്ലാതെ ഇതിപ്പോൾ നമ്മൾ രാത്രിയിൽ പാത്രം കഴുകാനൊക്കെ ഇട്ടിട്ട് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുക്ക് ചെയ്ത് ടയർഡായിട്ട് അങ്ങനെ ഇട്ടിട്ട് പോവുക ഒക്കെ ചെയ്യുകയാണെങ്കിലല്ലേ പിറ്റേ ദിവസം കിച്ചണിലേക്ക് കയറാനേ തോന്നൂല കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് പറയണേ. എനിക്കുണ്ട് ചില സമയത്ത്, ഇപ്പോൾ എനിക്ക് ഇപ്പോഴല്ല കേട്ടോ, കുറേ മുമ്പ് മൈഗ്രെയിനുള്ള സമയത്ത് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ പോയി വന്നാലൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ വരിക. പോയി വന്ന് ഇപ്പോൾ ഇല്ല കേട്ടോ, ഇപ്പോൾ കുറേ ആയിട്ടില്ല, 2 വർഷത്തോളമായിട്ടില്ല. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി വന്ന് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കഴിക്കണ്ടേ. അപ്പോൾ അവർ ചിലപ്പോൾ അങ്ങ് ആക്കി പക്ഷെ കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വല്ലാത്തൊരു സ്റ്റേജിലേക്ക് അത് എത്തിയിട്ടുണ്ടാവും. പിന്നെ ഛർദ്ദിക്കാൻ വരികയൊക്കെ ചെയ്യുക, പക്ഷെ ഛർദ്ദിക്കൊന്നുമില്ല. അപ്പോൾ റഫീഖ കഴിച്ചോളാന്ന് പറയും കേട്ടോ. എന്നിട്ട് പിന്നെ കൗണ്ടർ ടോപ്പ് അങ്ങനെ ഇട്ടിട്ട് ഞാൻ പോവും. അപ്പോൾ പിന്നെ റഫീഖക്ക് അതറിയാം. പിന്നെ റഫീഖക്കും അത് കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ക്ലീനാക്കി വെക്കും.
അങ്ങനെ വല്ലപ്പോഴും അങ്ങനെയാണ് എൻ്റെ കിച്ചൺ വരിക. അങ്ങനെയുള്ള ദിവസം തന്നെ എനിക്ക് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വരെ മടിയാണ്. നമ്മളതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണ്ടേ പിന്നീട് അവിടെ കുക്ക് ചെയ്യാൻ. ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര മടിയാട്ടോ. എണീറ്റ് വരാൻ തന്നെ അന്നത്തെ ദിവസം ഒരു മൊത്തത്തിലൊരു മടിയായിരിക്കും. പിന്നെ ഇപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ ആ ഒരു മൈഗ്രെയിൻ്റെ സംഭവമേ എനിക്കില്ല കേട്ടോ. കുറേയൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നം പകുതി മുക്കാലും പോയിട്ടുണ്ട്. ഫുള്ള് പോയി തന്നെ പറയാം. മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടാന്ന് ചോദിക്കും. അങ്ങനെയല്ല, നമുക്ക് തന്നെ മനസ്സിലാവും നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് വരുന്നത്, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇപ്പം എനിക്ക് വെയിൽ കൊണ്ടാൽ, നമ്മൾ പുറത്തിറങ്ങി വെയിൽ കൊണ്ടാൽ, അല്ലെങ്കിൽ കണ്ണിങ്ങനെ നമ്മളിങ്ങനെ ഇതാക്കി വെച്ചിട്ട് വെയിലിലേക്ക് നോക്കൂലേ, അതൊക്കെ എനിക്ക് തലവേദനയ്ക്ക് കാരണമാണ് കേട്ടോ. പിന്നെ തണുപ്പ് കഴിക്കൽ, എ സിയിൽ കുറേ നേരം എ സിയിൽ, അതൊക്കെ എനിക്ക് ഈ ഒരു മൈഗ്രെയിൻ്റെ കാരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചിലർക്ക് ശബ്ദമായിരിക്കും, ചിലർക്ക് ടെൻഷൻ, എന്തെങ്കിലും പെട്ടെന്നുള്ള അപകടം, മരണം, അങ്ങനത്തെ ഒക്കെ വാർത്ത കേട്ടാൽ അങ്ങനെ പലർക്കും പല രീതിയിലാണ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളതിൻ്റെ കാരണം കണ്ടെത്തിയിട്ട് അതിൻ്റെ ഒരു സൊല്യൂഷനും നമ്മൾ തന്നെ കണ്ടെത്തണം കേട്ടോ. അങ്ങനെ മൈഗ്രെയിൻ മാറുള്ളൂ. അപ്പോൾ ഇതാ വർത്തമാനത്തിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഇതാ നമ്മൾ ഈ ആ ഒരു ലീഫായിട്ടുള്ള പ്ലാന്റ് ഞാൻ ഇപ്പുറത്തായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. വലതു ഭാഗത്ത് അത് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാര്യം അവിടെ 2 പ്ലാന്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് അവിടെ വെക്കുമ്പോൾ ഒരു ചേർച്ചയില്ല കേട്ടോ, മൊത്തത്തിൽ ജക്കപ്പൊക്കെ ഫീല്. അപ്പോൾ അത് ഞാൻ തൽക്കാലം ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയൊരു മാറ്റം. അപ്പോൾ ഇതാ നമ്മളെ കിച്ചൺ പഴയ പോലെ തന്നെ നല്ല സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ പിന്നെയും എടുത്ത് തുടക്കണം കേട്ടോ. എന്നാലാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ പൊടിയൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ഭൂരിയാണ് കേട്ടോ. അപ്പോൾ ഭൂരിക്ക് കുഴക്കട്ടെ. പിന്നെ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ മുട്ട റോസ്റ്റ്. അപ്പോൾ അതും കൂടാണ് കേട്ടോ. അപ്പോൾ എളുപ്പമല്ലേ, രണ്ടും എളുപ്പമുള്ളത് ആക്കാമെന്ന് വിചാരിച്ചൊന്ന്. ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. സവാളയും തക്കാളിയിലെ അത് കുക്കറിൽ വിസിലടുപ്പിക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളെ മുട്ട റോസ്റ്റ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ ഞാൻ പൂരി ഉണ്ടാക്കുന്നത്. ഞാൻ മൈദ പൂരി ഉണ്ടാക്കില്ല. നിങ്ങൾ വേണമെങ്കിൽ മൈദയിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ 2 മിക്സ് ആയിട്ട് ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, 1 കപ്പ് മൈദയാണ് 1/4 കിലോ, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പൂരിക്ക് നല്ലൊരു കളറും കിട്ടും, മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. തിളച്ച വെള്ളം ഒഴിച്ചിട്ടാട്ടോ ഞാൻ കുഴച്ച് കൊടുക്കുന്നത്. പലരും പല രീതിയിലാണല്ലേ ഉണ്ടാക്കുക. റവ ഇട്ടിട്ടുണ്ടാക്കും, പച്ചവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. തിളച്ച വെള്ളത്തിലാണ് ഞാൻ ചെയ്യുന്നത്. ചപ്പാത്തിക്കും ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ, തിളച്ച വെള്ളത്തിലാണ് ഞാൻ കുഴക്കാൻ. നല്ല സോഫ്റ്റ്, നല്ല ഫ്ലഫി ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാ ഒന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളമായി പോകരുത്, കുറച്ച് വെള്ളം, തിളച്ച വെള്ളമല്ലേ, അപ്പോൾ കുറച്ച് ഒഴിച്ചാൽ തന്നെ സ്റ്റിക്കി ആവും. അപ്പോൾ കൂടി പോകരുത്, കുറച്ചാക്കിയിട്ട് പിന്നെ നമ്മൾ കുഴച്ചിട്ട് അതങ്ങ് സോഫ്റ്റ് ആക്കിയിട്ട് എടുത്താൽ മതി. എന്നാൽ ഭയങ്കര ഹാർഡാക്കിയിട്ടും എടുക്കരുത്. ചൂടോടെ തന്നെ നമുക്ക് കുഴക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അത് നമ്മൾ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഒട്ടും സ്റ്റിക്കി അല്ല കേട്ടോ. അതാ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. ഞാൻ ചെയ്തു പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി കറീൻ്റെ കാര്യങ്ങൾ നോക്കാം. പൂരി നല്ല ചൂടോടെ ഉണ്ടാക്കി കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മളെ മുട്ട റോസ്റ്റിനുള്ള ഒരു 3 സവാളയും ഒരു തക്കാളി എന്നേ പറയാൻ പറ്റും, 2 കുഞ്ഞു തക്കാളി കേട്ടോ. ഒരു തക്കാളിയും കൂടെ കുക്കറിൽ 2 വിസിലടുപ്പിച്ചെടുത്തു കേട്ടോ. ഞാനൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ഗ്ലാസ് വെള്ളം. കാരണം കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അടി പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് എയറിൽ പോയതിന് ശേഷം ഇതാ വെളിച്ചെണ്ണ, ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിലേക്ക് ഇവിടെ റെസിപ്പിയൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ, ഉള്ളി കടിക്കാനേ പാടില്ല. എനിക്ക് പക്ഷേ കുറച്ച് ഉള്ളി കടിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് അതാക്കി എടുത്താൽ മതി. ഞാൻ 2 വിസിൽ വന്നിട്ട് കുറച്ച് സമയം സിമ്മിലും കൂടെ ഉണ്ട് കേട്ടോ. റഫീഖാക്ക് അങ്ങനെ ഇഷ്ടമായതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ആ വെള്ളമില്ലേ, നമ്മൾ ആ ഒഴിച്ച വെള്ളം ഒന്ന് വറ്റിയിട്ട് വരണം കേട്ടോ. പെട്ടെന്ന് തന്നെ വറ്റുവേ. ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ നമ്മളെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മുട്ട ഞാൻ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം വറ്റി വന്നില്ല, ഇത്രയും മതി. നമുക്കൊരു ചെറിയൊരു ഗ്രേവി വേണമല്ലോ. അതിലേക്ക് 2 ടീസ്പൂണ്
കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വേണ്ട, അതിൻ്റെ കുറച്ച് കുറവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുത്തു കേട്ടോ. പട്ടയും ഒരു ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇനി അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക സവാളയിലേക്ക്. ഇനി ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് നന്നായിട്ട് മിക്സാക്കി ആ മുളക് പൊടിയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ തന്നെ നമ്മളെ എഗ് റോസ്റ്റ് റെഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല റെഡി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ അപ്പുറത്ത് ഞാൻ എണ്ണ ചൂടാകാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ എഗ്ഗെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് വെച്ച് കൊടുത്തു. എഗ്ഗ് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ കറിയിലേക്ക് നല്ല എഗ്ഗിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇറങ്ങിയിട്ട് കറി നല്ല ടേസ്റ്റി ആവുക. അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ, ഏറ്റവും ലോ ഫ്ലെയിമിൽ. അപ്പോൾ ഇതാ നമ്മൾ എഗ്ഗൊക്കെ ഒന്ന് ഞാനിങ്ങനെ പൊതിഞ്ഞ് വെക്കുന്നുണ്ട്, അത് കവർ ചെയ്ത് വെക്കട്ടെ ആ ഗ്രേവി. അപ്പോഴാണ് ആ ഗ്രേവിയിലേക്ക് അതിൻ്റെ ആ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങുക കേട്ടോ. വേണമെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഈ രീതിയിലുള്ള മുട്ട റോസ്റ്റ്. അപ്പോൾ ഇതാ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ പൂരിയും കൂടെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. റഫീക്ക് അവിടെ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, കുളിയും കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേക്കും ഒന്ന് റെഡി ആയിട്ട് വരണം. പിന്നെ എനിക്ക് ഇങ്ങനെ ചൂടോടെ കഴിക്കുന്നത് ഇഷ്ടമാണ്. റഫീക്കൊക്കെ അത്ര ചൂടിൽ കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു 5 മിനിറ്റ് ആക്കിയിട്ട് അവിടെ വെക്കും, എന്നാലാണ് കഴിക്കാൻ ഇഷ്ടം. പൂരിയൊന്നും ചൂടോടെ കഴിക്കണ്ടേ, പക്ഷെ അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ വിളമ്പി വെക്കണം. ആ ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ കാണും. അപ്പോൾ ഇത് നമ്മളെ പൂരി കണ്ട നല്ല ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ, ഹൈ ഫ്ലെയിമിൽ ചുട്ടെടുക്കണം. തിളച്ച വെള്ളത്തിൽ നമ്മൾ കുഴച്ചത് കൊണ്ട് തന്നെ ഗോതമ്പ് പൊടിയല്ലേ, അപ്പം തന്നെ പകുതി മുക്കാലും വേവും. പിന്നെ ജസ്റ്റ് സെക്കൻഡുകൾ മാത്രം എണ്ണയിൽ വെച്ചാൽ മതി കേട്ടോ, ആ ഒരു ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ബാക്കിയുള്ള പൂരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. ഫ്ലെയിം കുറയ്ക്ക്, ഓവർ ഇങ്ങനെ കത്തിക്കാളുന്ന എണ്ണ കത്തിക്കാളി അങ്ങനെയല്ല, എന്നാലും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കിയിട്ടെടുക്കുക കേട്ടോ. നല്ല ചൂടുള്ള എണ്ണയിൽ തന്നെ വേഗം ആക്കിയിട്ടെടുത്താൽ മതി. പണ്ട് എനിക്ക് ഈ കോളേജിലൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തും കോളേജിലൊക്കെ പോകുന്ന സമയത്തും ഇല്ലേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂരി എന്ന് പറയുന്നത്. എന്നും രാവിലെ എണീറ്റാൽ പൂരി വേണം, അതിലേക്ക് കറിയൊന്നും വേണ്ട കേട്ടോ, ചായയും പൂരിയും അത് മാത്രം മതി. ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് രാവിലെ കഴിക്കാൻ, കാരണം നമുക്ക് 1 മണിക്കൂറോളം വണ്ടിയിൽ ബസ്സിൽ പോകണം. പിന്നെ സ്കൂൾ ബസ് അതുപോലെ തന്നെ കുട്ടികളുടെ ബസ്സൊക്കെ പതുക്കെയല്ലേ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സമയം എടുക്കും. അപ്പോൾ നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ വീട്ടിൽ നിന്ന് പൈസ തരും നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും പോയിട്ട് കഴിക്കുക ഈ പൂരിയാണ്. പൂരിയും പാലൊഴിച്ച ചായ കേട്ടോ, അടിപൊളി. അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും വായിൽ വെള്ളം വരുന്നു കേട്ടോ. നമ്മളൊരു പൂരി വാങ്ങിച്ചാൽ ഒരു പൂരിയൊന്നും കിട്ടൂല കേട്ടോ. അതൊക്കെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ട് നമുക്കൊരു 1/4 കഷ്ണമൊക്കെ കിട്ടുകയുള്ളൂ. പക്ഷെ അതിനൊക്കെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ. അപ്പോൾ ഇതാ റഫീഖ കഴിച്ചു. ഇനിയിപ്പോൾ ഇതാ നമ്മളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ ഫുഡ് കുറച്ച് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ ഇതാ പൂരിയൊന്നും കഴിക്കാണ്ടിരിക്കലൊന്നുമില്ല കേട്ടോ, എണ്ണം കുറക്കും. നമ്മളിപ്പോൾ ഒരു 4 കഴിക്കുന്നത് 2 എടുത്തിട്ടുണ്ട്. പിന്നെ എഗ് റോസ്റ്റും കുറച്ച് ആപ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ എന്തെങ്കിലും എടുക്കലുണ്ട് കേട്ടോ ആ ഒരു സമയത്ത്. അപ്പോൾ നമുക്ക് വയറങ്ങ് ഫില്ലായിക്കോളും. പൂരി എന്നെ കഴിച്ചിട്ട് വയറ് ഫില്ലാക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറക്കൽ. ഇനിയിപ്പോൾ വേഗം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ഇന്ന് മേലെ ഭാഗം അടിച്ചു വാരാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ട് നീറ്റാക്കിയിട്ട് ബെഡൊക്കെ ഒന്ന് മാറ്റി വിരിച്ചതാണ് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചതാണ്. അതുപോലെ കുറച്ച് അലക്കാനുണ്ട്, അത് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് 1-2 റഫീഖാൻ്റെ കല്ലിൽ അലക്കാനുണ്ട്, അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മുറ്റടിച്ച് വാരി വന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഡെയിലി ഇങ്ങനെ അതൊന്നും കാണിക്കണ്ട, എന്നും ഇങ്ങനെ കാണിക്കേണ്ട കാര്യമില്ലെന്ന് വെച്ചിട്ട് കാണിക്കാണ്ടിരുന്നതാണ് കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലുമൊക്കെ ഇതിൽ നിങ്ങൾക്ക് സൗണ്ടിൽ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ ഇരുണ്ട് കൂടിയിട്ട് മഴയാണ് കേട്ടോ. മഴ എന്തെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഇങ്ങനെ ഇരുണ്ട കാലാവസ്ഥയാണ്, മഴ അങ്ങനെ കാർമേഘമൊക്കെ മൂടിയിട്ടുള്ള. അപ്പോൾ ഇതാ ഇനി മൊത്തം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചു. ഒന്ന് അടിച്ചു വാരി കൊണ്ട് എടുക്കട്ടെ. തുടക്കാനൊന്നുമില്ല കേട്ടോ, ഇന്ന് തുടക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഇടുന്നേ ഉള്ളൂ, മേലെയും താഴെയും ഒക്കെ.
അപ്പോൾ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യുന്നത്, ഫുഡിൽ നല്ല കൺട്രോൾ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇനി എക്സസൈസും കൂടെ അതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഫുഡ് കൺട്രോളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ എക്സസൈസും സ്റ്റാർട്ട് ചെയ്യുക. വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെറുതായിട്ടുള്ള എക്സസൈസോ അല്ലെങ്കിൽ നടത്തോ. ഞാനിപ്പോൾ 2 ദിവസമായിട്ടുള്ള നടത്തവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്, അപ്പോൾ ഫുഡിൻ്റെ കൂടെ തന്നെ അതും കൂടെ തുടങ്ങാം കേട്ടോ. ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ഫുഡ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ അല്ലേ, ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാനസികമായിട്ട് നമുക്കിങ്ങനെ കുറക്കണം, കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത വരും കേട്ടോ. അതിന് വേണ്ടിയിട്ട് വേഗം അങ്ങ് ഫുഡെങ്കിലും കൺട്രോൾ ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എത്രയായി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് കഴിയട്ടെ കേട്ടോ. അപ്പം കുറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും 1 മാസമെങ്കിലും കഴിയട്ടെ, എന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ ഇതാ അപ്പോൾ അലക്കിയതൊക്കെ ഒന്ന് ആറിയിട്ട്, പിന്നെ കുറച്ച് ഉണങ്ങിയതൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ആറിയിട്ടത് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയും ചെയ്യട്ടെ. ഇപ്പോൾ കംപ്ലീറ്റ് ഒന്നും ഉണങ്ങി കിട്ടൂലല്ലോ, തണുത്തൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളതൊക്കെ ഒന്ന് എടുത്ത്, അല്ലാത്തത് അവിടെ തന്നെ വെച്ച് ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കൈയോടെ തന്നെ ഒന്ന് മടക്കി വെക്കല്ല, ഹാങ് ചെയ്തിടട്ടെ. ഇന്നിപ്പോൾ ഞാൻ അയൺ ചെയ്യുന്നില്ല. പൊതുവേ ഞാൻ ഇങ്ങനത്തെ ദിവസങ്ങളിൽ അയൺ ചെയ്യാറില്ല കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഫ്രീ ആയിട്ടുള്ള എനിക്കൊരു ദിവസം ഉണ്ട് കേട്ടോ. അത് ഇൻഷാല്ലാ നോക്കട്ടെ, ഞാനൊരു ദിവസം അത് വീഡിയോ ആയിട്ട് ചെയ്യുക. ആ ഒരു ദിവസം ഞാൻ കുറച്ച് ഫ്രീ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്ത് വെക്കാനുണ്ടാവും ആ ഒരു വീക്കിലേക്കുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ദിവസം വെക്കലുണ്ട് കേട്ടോ. റഫീഖാൻ്റെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും എനിക്കിഷ്ടമുള്ള കാര്യങ്ങളും ഒക്കെ വേണ്ടിയിട്ട് ഒരു ദിവസം അങ്ങനെ മാറ്റി വെക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ അങ്ങനത്തെ കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മൾ ഇന്നുണ്ടാക്കുന്നത് കൂട്ടുകറിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1.5 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും മതി കേട്ടോ, നമുക്ക് അത്രയും ക്വാണ്ടിറ്റി മതി ആയതുകൊണ്ടാണ്. ചെറിയൊരു കഷ്ണം ചേനയും കൂടെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഞാൻ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ, സദ്യയിലേക്ക് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുപ്പിൽ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. കുക്കറിൽ ചെയ്ത എളുപ്പത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ടേസ്റ്റ് കൂടുതൽ കിട്ടുക നമ്മൾ അടുപ്പിൽ ചെയ്താലാണേ. ഇനി അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി ഏതായാലും കുഴപ്പമില്ല. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വേകാനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കിടിലൻ ടേസ്റ്റുള്ള കൂട്ടുകറിയാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇത് വെന്ത് വരട്ടെ. വെള്ളം വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നോക്കിയിട്ട് ഇളക്കിയിട്ട് പിന്നീട് ആവശ്യത്തിന് വേവാൻ വെള്ളം വേണമെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കാളനാണ് കേട്ടോ. വെറും കാളനല്ല, നമ്മളൊരു കുറുക്ക് കാളൻ. ഇത് 2 രീതിയിൽ ലൂസായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ. ഞാൻ കുറുകിയ ടൈപ്പിലുള്ളതാണ് കാണിക്കുന്നത്. സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളനാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിപ്പോൾ 1/4 ടീസ്പൂൺ മതി കേട്ടോ. കാര്യം ഞാൻ ചെറിയ ക്വാണ്ടിറ്റി, ഒരു ചെറിയ നേന്ത്രക്കായ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളെ നേന്ത്രക്കായ ഒന്ന് വെന്ത് വരാനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൂടെ. ഇതിലേക്കും വെള്ളം ഞാൻ കുറച്ച് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു. വേണമെങ്കിൽ പിന്നീട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. രണ്ടിലേക്കും ആവശ്യത്തിന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് അല്ല, ഇതൊക്കെ പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അടുപ്പിൽ തന്നെ. പിന്നെ നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൺചട്ടിയൊക്കെയാണ് കേട്ടോ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ. ഇനി നമുക്ക് കുറച്ച് അരപ്പ് വേണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാളനിലേക്കുള്ള അരപ്പ് നോക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ അത്രയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പച്ചമുളക് കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ, അപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. പിന്നെ കുറച്ച് ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂണൊക്കെ ചെറിയ ജീരകം അതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കൂട്ടുകറിയിലേക്ക് ഒരു അരപ്പ് വേണം. അതിലേക്ക് തേങ്ങയും കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഈ നമ്മുടെ കാളനിലേക്കുള്ളതില്ലേ, അത് നല്ല മഷി പോലെ അരിഞ്ഞു കിട്ടണം കേട്ടോ. അതുപോലെ തന്നെ കൂട്ടുകറിയിലേക്കുള്ളത് അധികം അരയണ്ട. മീൻസ് നമ്മൾ അവിയലിനേക്കാളും കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ജീരകമൊക്കെ ഒന്ന് പൊട്ടണം. ക്രഷല്ല, കുറച്ചൊന്നും കൂടെ അരയാം. എന്നാൽ പേസ്റ്റാക്കി അരിയും ചെയ്യരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ അരഞ്ഞാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ കൂട്ടുകറിക്കുള്ള ചേനയും കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട്
കുറേ അങ്ങനെ വേവാനൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാനിതാ നമ്മൾ കടല ചേർക്കൂലേ കൂട്ടുകറിയിലേക്ക്, കടലയാണെങ്കിൽ കടല വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുക, ഉപ്പ് ചേർത്ത് വേവിച്ചിട്ട്. ഞാനിപ്പോൾ കടലപ്പരിപ്പാട്ടോ, എനിക്ക് കൂട്ടുകറിയിലേക്ക് കടലപ്പരിപ്പ് ചേർക്കുന്നതാട്ടോ ഇഷ്ടം. ഭയങ്കര ടേസ്റ്റാട്ടോ കടലപ്പരിപ്പ് ചേർക്കുമ്പോൾ, കടലേനേക്കാളും ടേസ്റ്റ് കൂടും. അപ്പോൾ കടലപ്പരിപ്പ് 2 വിസിലടിച്ചാൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയില്ലേ നമ്മൾ ഈ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഈ അരപ്പ് ഒന്ന് ആവി കയറട്ടെ കേട്ടോ. അരപ്പൊന്ന് വേവട്ടെ, കുറേ സമയമൊന്നും വേണ്ട, 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക, അത്രയും മതി കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഈ സമയത്തും വേണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ഉരുക്കിയിട്ട്, അത് കുറച്ച് മട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചരുകിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് മധുരവും ഉപ്പും ഒക്കെ നിങ്ങളെ പാകത്തിന് ആക്കിയിട്ടെടുക്കുക. ഒരുപാട് മധുരം വേണ്ട, ചെറിയൊരു മധുരം ഇങ്ങനെ നമുക്ക് കിട്ടണം, ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒഴിച്ചത് കറക്റ്റാണ്. അത് എല്ലാ ഭാഗത്തേക്കൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് നോക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ടെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മളെ അരപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഒരു വറവ് ഉണ്ട് കേട്ടോ. ആ ഒരു വറവാണ് കൂട്ടുകറിയിലേക്ക് നല്ല കിടിലൻ ടേസ്റ്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ അപ്പുറത്ത് നമ്മളെ നേന്ത്രക്കായ വെന്തുകൊണ്ടിരിക്കുന്നുണ്ടേ. അപ്പോൾ നമ്മളെ വറവ് റെഡിയാക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിക്കുക, കടുക്, കറിവേപ്പില, ഉണക്കമുളക്, കടുകിൻ്റെ കൂടെ തന്നെ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. 1 ടീസ്പൂണൊക്കെ ഉഴുന്ന് ചേർത്ത് കൊടുത്താൽ അതൊന്ന് ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് ഉണക്കമുളക്, കറിവേപ്പില ഒക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ തേങ്ങ, ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളൂ. തേങ്ങ കൂടിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലേ, അപ്പോൾ ഇത്രയും മതി. ഇനി അതും കൂടെ ചേർത്തിട്ട് ഒരു ഗോൾഡൻ കളറിൽ, കരിഞ്ഞു പോയരുത്, ഗോൾഡൻ കളറാക്കിയിട്ട് വറുത്തെടുക്കുക. കരിഞ്ഞു പോയരുത് കേട്ടോ, കരിഞ്ഞു പോയാൽ ആ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഒട്ടും കരിയാതെ ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയും മതി. ഇനി ഇതിലേക്കില്ലേ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണേ, ഇതാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഫ്ലെയിം ഓഫ് ആക്കിയിട്ടങ്ങ് ചേർത്ത് കൊടുത്താലും മതി. കാര്യം നമ്മളെ തേങ്ങ ചൂടായി കിടക്കുന്നതാണ്, എണ്ണയുണ്ട്, അപ്പോൾ അതിൽ തന്നെ റോസ്റ്റ് ആയിക്കോളും, ഒരുപാട് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കളറിൽ ആണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്, ഗോൾഡൻ കളറിൽ. ഇനി ഇത് നേരെ നമ്മളെ കൂട്ടുകറീൻ്റെ ആ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അല്ലെങ്കിൽ ആ ഒരു മിക്സ് നേരെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു എണ്ണയടക്കം നമ്മൾ ആ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ചെല്ലുമ്പോഴാണ് കേട്ടോ നമ്മളെ കൂട്ടുകാരിൻ്റെ ആ ഒരു ലെവലേ മാറും കേട്ടോ, വേറെ ലെവലാവും, നല്ല ടേസ്റ്റ് വരും കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നമ്മൾ കൂട്ടുകറിക്കൊക്കെ വേവിക്കുന്ന സമയത്ത് വെന്ത് ഉടഞ്ഞിങ്ങനെ അങ്ങനെ ആയിപ്പോകരുത്. കഷ്ണങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ അവിടെ ഇങ്ങനെ കാണാൻ പറ്റണം, ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ചിലർക്ക് ഇങ്ങനെ കുഴഞ്ഞു പോകുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇങ്ങനെ ഉപ്പേരി പോലെ ഇങ്ങനെ പെറുപെറാന്നിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അതൊക്കെ നമ്മളിഷ്ടത്തിനും ടേസ്റ്റിനും ഒക്കെ അനുസരിച്ച് നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ നമ്മളെ കൂട്ടുകറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കൂട്ടുകറി. എല്ലാ ഐറ്റംസും ഇഷ്ടമാണ്, കൂട്ടുകറിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതൊന്നും എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഐറ്റം അല്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാലോ. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന കറികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെയിലി കാണുന്നതല്ലേ. അപ്പോൾ നമുക്കൊരു കൊതിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും വേഗം ഒന്ന് ടേസ്റ്റൊക്കെ നോക്കുവേ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, മധുരവും ഉപ്പും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടുവേ. ഇനിയിപ്പോൾ നമ്മളെ കാളനും കൂടെ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ നേന്ത്രക്കായൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്, ഉടഞ്ഞു പോകണ്ട കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾക്ക് നേന്ത്രക്കായ മാത്രമല്ല ചേന ഇട്ടിട്ട് കുമ്പളങ്ങ ഇട്ടിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരപ്പ് ചെറിയ ജീരകവും ഒരു പച്ചമുളകും ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അധികം വെള്ളം ചേർക്കണ്ട കേട്ടോ, കുറഞ്ഞ വെള്ളത്തിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ലൂസായിട്ട് പോവേ. നിങ്ങൾക്ക് ലൂസായിട്ടുള്ള കാളനാണ് വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരപ്പ് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ടൊന്ന് അരപ്പൊന്ന് തിളക്കണം കേട്ടോ, 1-2 തിളക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല കട്ടി തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അധികം പുളിയില്ലാത്ത തൈരാട്ടോ എടുക്കുന്നത്, അധികം പുളിയില്ലാത്ത തൈരാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്നിങ്ങനെ സ്പൂൺ കൊണ്ടോ എന്തുകൊണ്ടെങ്കിൽ വിസ്ക് കൊണ്ടോ എന്തുണ്ടെങ്കിലും നന്നായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കില്ല. മിക്സിയിൽ അടിക്കണം കേട്ടോ. മിക്സിയിൽ അടിച്ചാൽ തൈര് ചില സമയത്ത് ഇങ്ങനെ ലൂസായിട്ട് വെള്ളം പോലെ ആയിപ്പോകും. അപ്പോൾ ഇങ്ങനെ സ്പൂൺ വെച്ച് എന്തുകൊണ്ടെങ്കിൽ ഇങ്ങനെ ബീറ്റ് ചെയ്താൽ മതിയേ കുറച്ച് സമയം.
തൈര് ചേർത്ത് കൊടുത്തിട്ട് ഒരുപാടങ്ങ് തിളപ്പിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒന്ന് ചൂടാവണം കേട്ടോ. ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. നന്നായിട്ട് മൺചട്ടിയല്ലേ, അതുകൊണ്ട് നന്നായിട്ട് മിക്സാക്കി ഇളക്കി കൊടുക്കുക. കാരണം തിളക്കാൻ വിടരുത് കേട്ടോ. അത്രയും മതി. ഇനി വറവിട്ടെടുക്കാം. വറവ് സിമ്പിളാണ്. കടുക്, ഉലുവ, ഉണക്കമുളക്, കറിവേപ്പില ഇത്രയിട്ടിടുന്ന് വറവൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കാളനും ഇവിടെ റെഡിയാവും. ഇത് സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളനാണ് കേട്ടോ. ഇത് നമ്മൾക്കിങ്ങനെ ഇത് ഒന്നുകൂടെ ഒന്ന് കുറുകും കേട്ടോ, ഒന്ന് ടൈറ്റായിട്ട് വരും. നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ടെടുക്കാം. ഇത് നമ്മൾ സദ്യയിലൊക്കെ കാണൂല, ഇങ്ങനെ ഒഴിച്ചാലിങ്ങനെ ഇളകിപ്പോവില്ല, ആ ഒരു രീതിയിലാട്ടോ ഉണ്ടാവുക. ഇങ്ങനെ തൊട്ട് കൂട്ടുന്ന പോലെ ഇതാ ഇതുപോലെ. ഇതൊന്നുകൂടെ നീരുന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറുകൂട്ടും. അപ്പോൾ ആ ഒരു കറക്റ്റ് പരുവത്തിൽ വരും. നന്നായിട്ടൊന്ന് ആ വറവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ടേ. കണ്ടോ, ഇതിൻ്റെ ടെക്സ്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഒന്നിച്ചൊരു സദ്യ ഉണ്ടാക്കുന്നില്ലെങ്കിലും ഓരോരോ ഐറ്റം വെച്ചിട്ടെങ്കിലും ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയാണേ. ഇനി ഇതാ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്ക് ഒരു വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. എഡിറ്റിങ്ങൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ 2 മണിക്കൂർ എനിക്ക് അതിനായിട്ട് എടുക്കേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ എന്നും റഫീഖ വരാറുണ്ട്. ഇന്ന് റഫീഖ വന്നിട്ടില്ല കേട്ടോ, ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിളിച്ച് നോക്കി ചോദിച്ചപ്പോൾ കഴിച്ചു എന്ന് പറഞ്ഞു. എന്തോ തിരക്കുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാനും വാവയും ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ കൂട്ടുകാരിൻ്റെ ആ ഒരു ടെക്സ്ചർ കണ്ടോ, കറക്റ്റ് പരുവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു ഐറ്റംസൊക്കെ എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോയിൽ കുറേ പേര് ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ ഒന്ന് ഞാൻ വായിക്കാം കേട്ടോ. സൻഹ ഫാത്തിമ, റിഫ, റിയ, റിദ, സൗമ്യ, സജ്ന നാസർ, ശ്രീനിധി, പാത്തുട്ടി, റിഷ്മ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ബിഗ് ഹൈ ഉണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ ഒന്ന് ടൗണിലേക്ക് വന്നതാണ് കേട്ടോ. ഏട്ടത്തിയും മോളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, മുഹമ്മദും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ ഞാനും ഒന്ന് വെറുതെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ സിന്ദൂറിലാണ് കേട്ടോ വന്നത്. ആദ്യം സിന്ദൂറിൽ വന്ന സമയത്ത് അതാ പൂക്കളൊക്കെ ഇട്ട് നല്ല അടിപൊളി ഓണം വൈബാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓണത്തിന് ഡ്രസ്സ് എടുക്കുന്നവരെ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ഏട്ടത്തിക്ക് ചുരിദാർ എടുക്കാൻ വന്നതാണ്. എന്നാലും നല്ലത് കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമല്ലോ. അപ്പോൾ നല്ലൊരു ചുരിദാർ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ. ഏട്ടത്തിക്ക് കുറേ കല്യാണങ്ങളുണ്ട്, അപ്പോൾ നല്ല ചുരിദാർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ് കേട്ടോ. നമ്മൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ഇറങ്ങിയതാണേ. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഒരു ലൈറ്റ് പിസ്ത എന്ന് പറയാൻ പറ്റില്ല, ഒരു ലൈറ്റ് പിസ്ത. അതാണ് നല്ല സ്റ്റോൺ വർക്കിൽ, നല്ല ക്ലോത്ത് കിട്ടാം. ഇത് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ക്ലോത്ത് നല്ല സോഫ്റ്റ് ക്ലോത്ത്. ഇത് കണ്ട നല്ല ഭംഗിയില്ലേ, നല്ല എന്താ പറയുക, അടിപൊളി, ഒന്നും പറയാനില്ല. പക്ഷേ ഞാൻ എടുത്തിട്ടില്ല. കാര്യം നമ്മൾ കാണുമ്പോഴത്തേക്ക് അങ്ങനെ എടുക്കാൻ നിന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഇതാ ഏട്ടത്തിക്ക് തന്നെ നോക്കുകയാണ്. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. സ്റ്റോൺ വെച്ച ടൈപ്പ്, അങ്ങനത്തത്, അങ്ങനത്തെ കുറച്ചധികം കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലത്തെയൊക്കെ ഇപ്പോൾ സ്റ്റോണ് വീണ്ടും ട്രെൻഡായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ എല്ലാം ട്രെൻഡാണ് കേട്ടോ, സ്റ്റോണെന്നൊന്നും പറയാൻ പറ്റില്ല, എന്തിട്ടാലും ട്രെൻഡ് തന്നെയാണ്. അതിൻ്റെ ആ ഒരു പിങ്കിൻ്റെ ഒരു വേറെ കളറാണ് കേട്ടോ. ഇത് ഒരു ലാവൻഡർ ഒക്കെ വരുന്ന ഒരു കളറാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ പോയിട്ട് തനുവിനെയും ഹംവനെയും സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്കൂൾ വിടുന്ന ടൈമായപ്പോൾ അവിടെ പോയി അവരെ കൂട്ടി. അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് പോയപ്പോൾ. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് സിന്ദൂറിൽ കിട്ടിയില്ല കേട്ടോ, അടുത്തേക്ക് വേണ്ടത് കിട്ടിയിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അസ്ര നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നമ്മൾ സിന്ദൂറിൻ്റെ ഓപ്പോസിറ്റ് തന്നെ പള്ളിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അസ്ര നിസ്കരിക്കുകയാണ് കേട്ടോ. കുത്താപ്പി 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 കുത്തി ചിരിക്കേ പപ്പാ വിളിക്ക്, ഹവ്വ വിളിക്ക്, ഹവ്വ.
അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ കുട്ടികളെ സ്കൂളിൽ നിന്ന് കൂട്ടിയതല്ലേ, അവരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ അവർക്ക് എന്തെങ്കിലും വെള്ളമോ അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ. നമ്മളെ ഷവർമ്മ ഷോപ്പിൽ, അതിൻ്റെ സിന്ദൂറിൻ്റെ ഒക്കെ അവിടെ ആയിട്ട് തന്നെയുള്ളൊരു ഷോപ്പാണ് കേട്ടോ. ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ അടിപൊളി ഷവർമ്മയാണ് കേട്ടോ. ഇവിടുത്തെ ചെറിയൊരു ഷോപ്പാണ്, പക്ഷേ നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഇവരെ ഷവർമ്മ. നമുക്ക് എപ്പോൾ കഴിച്ചാലും ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ചില സ്ഥലത്ത് നമ്മൾ ഷവർമ്മ കഴിച്ച് പിന്നെ ഇഷ്ടപ്പെടും, പിന്നെ അങ്ങോട്ട് അവിടെ നിന്ന് അത് കഴിക്കാൻ തോന്നില്ലല്ലോ. ഇതങ്ങനെയല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. കണ്ണ് മാത്രമേ ഉള്ളൂ. യുദ്ധത്തിനായി തയ്യാറായതാണ്. ലെഗ് കുറച്ചുകൂടി വേണം. ലെഗ് പക്ഷേ ഇവിടെ നെക്ക് ഇവിടെ വരുമ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് എസ് ഭാരതിൽ വന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്നും ഇങ്ങനെ നോക്കുകയാണ്. ചിലതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതാണ് കേട്ടോ എടുത്തത്. ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ നല്ല സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു ചുരിദാർ, നല്ല ക്വാളിറ്റി മെറ്റീരിയലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതെടുത്തു. അപ്പോൾ ഇവിടെയും ഓണം വൈബാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് മുഹമ്മദ് ഇതിങ്ങനെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു കേട്ടോ. അതിലിങ്ങനെ തോണിയിലിങ്ങനെ എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്ലവറൊക്കെ ആയിട്ട്. അപ്പോൾ അതിങ്ങനെ നോക്കി നോക്കി കാണിക്കുക. ഓനിപ്പോൾ അടങ്ങി നിൽക്കുകയൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള ടോയ്സിൻ്റെ ആ ഭാഗത്തേക്ക് അങ്ങ് പോവുക ചെയ്യുക കേട്ടോ. വാങ്ങുമൊന്നും വേണ്ട. അവിടെ നമ്മൾ തിരിച്ച് വരുന്നവരെ ഓനക്ക് അതുകൊണ്ട് കളിച്ചാൽ മതി. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അത് വേണമെന്നൊന്നും പറയില്ല. നമ്മൾ തിരിച്ച് വരുന്നവരെ ഓൻ അതുകൊണ്ട് കളിക്കും, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കങ്ങനെ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാര്യം എല്ലാവരും ഷവർമ്മയൊക്കെ കഴിച്ചിട്ട് വയറ് ഫില്ലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്കിങ്ങനെ എല്ലാവരും കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുമല്ലോ. അങ്ങനെ പിന്നെ നമ്മുടെ ഇത് എന്താ പറയുക, റോയൽ ഫലൂദ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നമ്മളെ അവിൽ മിൽക്ക് ഉള്ള അവിടെയാട്ടോ, അവിടെ നിന്നാട്ടോ നമ്മൾ കഴിക്കുന്നത്. ഇത് ഞാൻ കഴിക്കുന്നത് റഫീഖ കാണണ്ട കേട്ടോ, നിങ്ങളാരും പറയണ്ട, ഞാനായിട്ട് പറയൂല. എനിക്ക് തണുപ്പ് കഴിച്ചാൽ അപ്പോൾ പ്രശ്നം വരും കേട്ടോ. കോൾഡ്, അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വേഗം വരും. പിന്നെ മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അങ്ങനെ പോകും കേട്ടോ. അതിനുശേഷം നമ്മൾ നെസ്റ്റോയിലേക്ക് വന്നു കേട്ടോ. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഇവർക്കും വാങ്ങാനുണ്ട്, എനിക്കും വാങ്ങാനുണ്ട്. പിന്നെ ഓണം വൈബാണ് കേട്ടോ. എല്ലായിടത്തും പൂക്കളും കാര്യങ്ങളും എല്ലാം ആയിട്ട്. എനിക്ക് അങ്ങനെ കുറേ അല്ല, ഇങ്ങനെ ഫ്രൂട്ട്സ്, കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനത്തത്, പിന്നെ എന്തെങ്കിലും സലാഡിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ബട്ടർ അങ്ങനത്തതൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ എടുക്കുന്നത്.
ഇതൊക്കെ ചനച്ചു ഇങ്ങനെ പഴുക്കാനായി. ആ പഴുപ്പ് കൂടുതൽ ഒരു കട്ട് ചെയ്ത് വെക്കുന്നതല്ലേ. പക്ഷെ അതിന് കേടുണ്ട്. പൂമോക്ക് വേണോ? പൂമോക്ക് വേണോ പപ്പായ? പക്ഷെ ഇത് പഴുപ്പ് കൂടുതലാ. കണ്ടിട്ട് നല്ലതാ. ഇതൊക്കെ ഇതൊക്കെ നല്ലതാട്ടോ. ഇത് കാണുമ്പോ കഴിക്കാൻ കൊതിയാവും. അതൊക്കെ അല്ലേ? പേരൊക്കെ ഫ്രഷ് അല്ല. അത് വേണം. പിന്നെ നമ്മൾ പിന്നെയും കിട്ടണ വരണ്ടേ? ഇടി മാങ്ങ. ഇതൊക്കെ മാങ്ങ. ഇതൊക്കെ മാങ്ങ. ആ അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കറങ്ങുമ്പോൾ വെറുതെ റഫീഖാനെ വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടോ. ഇവരിങ്ങനെ എന്നെ ഇങ്ങനെ നിൽക്കാൻ ചുണ്ടയിലേക്ക് നിൽക്കാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ റഫീഖ സമ്മതിച്ചു കേട്ടോ, നാളെ വരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞാൻ വാങ്ങിച്ച സാധനം റഫീഖാൻ്റെ അടുത്ത്, ഇവിടെ റഫീഖ സ്റ്റേഷനിലുണ്ടല്ലോ നമ്മളെ നെസ്റ്റോൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ കൊടുത്തിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നാളെ തിരിച്ചു വരും. അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. ഒന്നാമത് ഇങ്ങനെ കുട്ടികളെ കൂടെ ഇങ്ങനെ നടന്നപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തോ ഒരു ഫീൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കും പോവാമെന്ന് അങ്ങനെ തോന്നി. അങ്ങനെ പോവാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഏട്ടത്തി മോളൊക്കെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ഇതാ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുക്കുംബർ, ക്യാരറ്റ്, അങ്ങനത്തെ സലാഡ് ഐറ്റംസ് അങ്ങനത്തെ കേട്ടോ തിരഞ്ഞ് എടുക്കുന്നത്. ഇപ്പോൾ രാവിലത്തെ ഫുഡിൻ്റെ കൂടെയാണെങ്കിലും വൈകുന്നേരം ഞാൻ വെറും സാലഡ് മാത്രമാണ് കേട്ടോ കഴിക്കുന്നത്. വിശപ്പ് ഉണ്ടെങ്കിൽ, നല്ല വിശപ്പ് തോന്നുകയാണെങ്കിൽ ഒരു ചപ്പാത്തി അതിൻ്റെ കൂടെ എടുക്കും. ഇല്ലെങ്കിൽ അധികം വിശപ്പില്ലാതെ തോന്നുകയാണെങ്കിൽ ഞാൻ പിന്നീട് കാണിക്കാം, കുറച്ച് വെജിറ്റബിൾസും നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ബൗൾ അങ്ങനെ കഴിക്കാനായിട്ട് ചെയ്യും. അപ്പോൾ തന്നെ എനിക്ക് ഫില്ലാകുന്നുണ്ട്. പിന്നെ രാവിലെ വരെ എനിക്ക് അങ്ങനെ വിശപ്പും കാര്യങ്ങളൊന്നും തോന്നില്ല കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇതൊന്നും വേണമെന്നില്ല കേട്ടോ. തക്കാളി, അതുപോലെ തന്നെ ക്യാരറ്റ്, ക്യാബേജ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് സാലഡാക്കി കഴിക്കുമ്പോൾ കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, വെറൈറ്റി ആയിട്ട് കഴിക്കുന്ന സമയത്ത്. അത്രയേ ഉള്ളൂ. പിന്നെ സാലഡ് കഴിക്കുന്ന സമയത്ത്, സാലഡിൽ നല്ല എൻ്റെ ഫുഡിൽ ഞാൻ കുറച്ച് ലീഫി സംഭവങ്ങളൊക്കെ, ലെറ്റൂസ്, അതുപോലെ തന്നെ കസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ശരിക്കും നമ്മൾ ഇങ്ങനത്തെ ഡയറ്റും ഫുഡ് കാര്യങ്ങളൊക്കെ എന്താ കഴിക്കുന്നത്, എന്തെല്ലാം കഴിക്കുന്നത് എന്നുള്ളൊരു ബോധവും കൂടെ നമുക്കുണ്ടാവും കേട്ടോ. അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.